ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു അവിയൽ വെച്ചാലോ. നമ്മുടെ ചീരയുണ്ടല്ലോ, ചീര ഒരു ചീമച്ചേമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വെട്ടിയമ്പെന്നാണ് പറയുന്നത്. വെട്ടിയമ്പും മാങ്ങയെല്ലാം കൊണ്ടിട്ട് അതിന് ഞാൻ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല ചീമച്ചേമ്പ് വെട്ടിയമ്പ്, ഞങ്ങൾ വെട്ടിയമ്പെന്നാണ് പറയുന്നത്. അതിങ്ങോട്ട് ഇടുവാണ്. എല്ലാവരും വെക്കുന്നതാണ്. ഇത് മാങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇത് നമ്മുടെ ചീരയുടെ തണ്ട്. ആവശ്യമുള്ള ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി. അടച്ചു വെച്ചു ഇത് വേവട്ടെ. എൻ്റെ കഷ്ണങ്ങളെല്ലാം എന്തെന്ന് തോന്നുന്നു. നമ്മുടെ ചീരയിലുണ്ടല്ലോ, അരിഞ്ഞ ഇതിനകത്തോട്ടിടുവാണ്. അതുപോലെ തന്നെ തേങ്ങയും ചുമന്നുള്ളി അരച്ചാണ്. കൊച്ചുള്ളി ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചുള്ളി കൊണ്ട് അരച്ചത്. ജീരകപ്പൊടി, കുറച്ച് വെച്ചേക്കാണ്. അവിടെ നിന്ന് റെഡി ആയിക്കോളും. നമ്മുടെ അവിയലെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല ഒത്തിരി എല്ലാവരും അവിയൽ വെക്കുന്നതല്ലേ. ചിലർ മാങ്ങ മാത്രം ഇട്ട് നമുക്ക് വെക്കാം, ചീരയും എല്ലാം ഉണ്ട്. പിന്നെ പച്ചക്കറി എല്ലാം കൂടെ ചേർന്നിട്ട് വെക്കാം. ചീരത്തോരൻ നമുക്ക്, ഞാൻ അസിഡിറ്റിക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ചീരയെ നമ്മൾ അസിഡിറ്റി ഉള്ളവർ കഴിച്ചാൽ നമ്മുടെ വയറ്റിലൊരു എരിച്ചിലൊക്കെ വരും. പിന്നെ ഇന്നലെ ഒരു പയ്യനോടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ മേടിച്ചെന്നുള്ള കൊണ്ടുവന്നു. പുളിയുണ്ട്, ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഇപ്പോൾ കുറച്ചല്ലേ, ഇല ആയതുകൊണ്ടാണ് കുറച്ചിട്ട്. വെളിച്ചെണ്ണ. നമ്മുടെ ചീരവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചീരവിയൽ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. നമ്മുടെ ചീരവിയൽ റെഡിയായി. എളുപ്പമല്ലേ. സ്റ്റൗ ഓഫാക്കി